ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് എന്നുള്ള പാഠഭാഗമാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം അല്ലേ. അപ്പോൾ സംസ്കാരവും അതിലെ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാവുന്നതാണ്. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് വൈബ്രൻറ്റ് കളേഴ്സ്, ഡൈവേഴ്സ് ലാംഗ്വേജ് ആൻഡ് റിച്ച് ട്രഡീഷൻസ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? പല നിറങ്ങളും പല ഭാഷകളും അതുപോലെ തന്നെ പല റിച്ച് ആയിട്ടുള്ള ട്രഡീഷൻസും ഒക്കെ ഉള്ളതാണ്. ഫ്രം ദ സ്നോ ക്യാപ്ഡ് ഹിമാലയാസ് ഇൻ ദ നോർത്ത് ടു ദ വാസ്റ്റ് സീസ് ഇൻ ദ സൗത്ത്, ഈച്ച് റീജിയൻ ബോസ്റ്റേഴ്സ് ഇറ്റ്സ് ഓൺ യുണീക്ക് കൾച്ചർ. അപ്പോൾ നമുക്കറിയാം, നോർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന ഹിമാലയമാണ് അല്ലേ. അപ്പോൾ അവിടുന്ന് മുതൽ സൗത്തിലുള്ള ഒരുപാട് കടലോര പ്രദേശങ്ങൾ വരെയും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ എന്തുണ്ട്? യുണീക്കായിട്ടുള്ള കൾച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ കൺട്രി ഈസ് ഹോം ടു കൗണ്ട്ലെസ് ഫെസ്റ്റിവൽസ് ആൻഡ് മ്യൂസിക്. മാത്രമല്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവൽസിനും മ്യൂസിക്കിനും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഈച്ച് ഡൈവേഴ്സ് ഡാൻസ് ഫോം സ്റ്റൈൽസ് വാരിഡ് സ്റ്റോറീസ് ഓഫ് അവർ പീപ്പിൾ. അപ്പോൾ ഓരോ ഡാൻസ് ഫോമും എന്താ പറയുന്നത്? ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറീസ്, ആളുകളുടെ സ്റ്റോറീസ് ആണ് പറയുന്നത്. Yet amidst this incredible diversity, there is a deep sense of unity strengthened by the inspiring life stories of great thinkers and warriors. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ട്, കൾച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് എന്തുണ്ട്? ഒരു യുണീക്നെസ് ഉണ്ട് അല്ലേ. അതെന്താണ്? നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ഒരുപാട് ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറീസും ഗ്രേറ്റ് തിങ്കേഴ്സിൻ്റെയും വാരിയേഴ്സിൻ്റെയും ഒക്കെ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഒരു യൂണിറ്റിയാണ് നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കുന്നത്. ഇന്ത്യസ് ട്രൂ സ്ട്രെങ്ത് ലൈസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ടു എംബ്രൈസ് ഡിഫറൻസ് ആൻഡ് ഫൈൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഭിന്നതകളെ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയിൽ ഒരു യൂണിറ്റി കണ്ടെത്താനുമുള്ള കഴിവിനെയാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിലാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് നിലനിൽക്കുന്നത്. റെഫറൻസ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ 1946 ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1946 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇൻ ഹിസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബുക്സിൽ പറയുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻ ഹിയർ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്? ലാംഗ്വേജ് അല്ലേ, ലാംഗ്വേജിലുള്ള ഡൈവേഴ്സിറ്റീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് ഫോംസ്, വേരിയസ് കൾച്ചേഴ്സ്, മ്യൂസിക്, കോസ്റ്റ്യൂം, കൾച്ചറൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഇതിലൊക്കെ എന്താ പറയുന്നത്? ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മിലേ സുർ മേര തുംഹാര ദോ സുർ ബാനെ ഹമാര സർ की നദിയാൻ ഹർ ദിശാസെ ബഹ്തെ സാഗർ മേ മിലെ. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി മാറി എന്നതാണ് ഇതിൽ പറയുന്നത്. ദീസ് ആർ ഫ്യൂ ലൈൻസ് ഓഫ് ദ സോങ് ബിഗിനിങ് വിത്ത് എ മിലെ സർ മേര വിച്ച് വാസ് കമ്പോസ്ഡ് ഇൻ 1988 ടു സ്ട്രെങ്തൻ ദ നാഷണൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഒരു നാഷണൽ യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1988 മിലെ സുർ മേര എന്ന് പറയുന്ന ഒരു ഗാനത്തിലെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ സോങ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിറിക്സ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എംഫസൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതെന്താണ്? വിവിധ ഭാഷകളിൽ കോർത്തിണക്കി തയ്യാറാക്കിയ ഒരു സോങ് ആണിത്. ഇതിൽ പറയുന്നത് എന്താണ്? യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇതിൽ പറയുന്നത്. ജസ്റ്റ് ആസ് ഡിഫറെൻറ്റ് റിവേഴ്സ് merge into a single ocean, when diverse people, cultures and ideas come together, they create a beautiful unity which reflects the message of this song. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യന്മാരും അതുപോലെ തന്നെ കൾച്ചേഴ്സും മാത്രമല്ല അവരുടെ മെസ്സേജസ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എല്ലാം കൂടെ ഒത്തൊരുമിക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? വളരെ സുന്ദരമായിട്ട് മാറുന്നത് എന്നതാണ് ഈ ഒരു സോങ്ങിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. ദിസ് യൂണിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ ബട്ട് ഓൾസോ അറ്റ് ദ
സൊസൈറ്റൽ ലെവൽ. അപ്പോൾ ഈ ഒരു യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തുണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ഒരു സൊസൈറ്റി ആയിട്ട് ഒരു സാമൂഹികപരമായിട്ടുള്ള തലത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ ഫൈൻഡ് ഔട്ട് മലയാളം സോങ്സ് ഓർ പോംസ് ഓർ സോങ്സ് റിഫ്ലക്റ്റിംഗ് നാഷണൽ യൂണിറ്റി ആൻഡ് പ്രസൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഇൻ ക്ലാസ്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്കറിയാം മലയാളം പോംസും സോങ്സും ഒക്കെ ഈ ഒരു പാട്രിയോട്ടിസം അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റിയെ കാണിക്കുന്നതെന്നുണ്ടല്ലേ. നമ്മളിവിടെ ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ നമ്മളിത് ചൊല്ലാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളത് നിങ്ങളൊന്ന് ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇവിടെ എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒബ്സർവ് ദ ബ്രോഷർ പ്രിപ്പയർഡ് ഫോർ കേരള പിറവി ഡേ. ഇവിടെ കേരള പിറവി ഡേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രൗഷറാണ് താഴെ തന്നിട്ടുള്ളത്. ലെറ്റസ് ഓൾസോ ക്രിയേറ്റ് എ സിമിലർ ബ്രൗഷർ. അപ്പം നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യുക, കുറച്ച് ബ്രൗഷേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഡിവൈഡ് ക്ലാസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ക്ലാസ്സിന് എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ആദ്യം ഉണ്ടാക്കുക, ഡിവൈഡ് ചെയ്യുക. പ്രിപ്പയർ എ ഡിജിറ്റൽ ബ്രൗഷർ ഓൺ എ സ്റ്റേറ്റ് ഓർ ഓൺ എ യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് യൂസിങ് ദ ഫെസിലിറ്റീസ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. അപ്പോൾ സോഷ്യൽ സയൻസ് ലാബിൻ്റെ അവിടുത്തെ സൗകര്യങ്ങളും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയെ പറ്റിയിട്ടും സംബന്ധിക്കുന്ന ഡിജിറ്റൽ ബ്രൗഷർ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റേറ്റ്സ് ലാംഗ്വേജ്, ക്ലോത്തിങ്, ആർട്ട്, ഫെസ്റ്റിവൽസ്, എൻ്റർടൈൻമെൻറ്റ്, ഫുഡ് ആൻഡ് മോർ ക്യാൻ ബി ഇൻക്ലൂഡഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. Riddhi is a member of a Rajasthani family which came to Kerala for work and settled here. അപ്പോൾ റിദ്ധി എന്ന് പറയുന്നത് ഒരു രാജസ്ഥാനി ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അവർ കേരളത്തിൽ വർക്കിന് വേണ്ടിയിട്ട് കേരളത്തിൽ വന്നിട്ട് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആളുകളാണ്. റീഡ് ദ മെസ്സേജ് ഷെയർഡ് ബൈ റിദ്ധി ഫോർ ഹെർ ഫ്രണ്ട്സ് ഹു ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഗവൺമെൻറ് UP സ്കൂൾ ചോലവനം. അപ്പോൾ ചോലവനം ഗവൺമെൻറ് UP സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് റിദ്ധി. അപ്പോൾ റിദ്ധി സെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ തിങ്സ് അറ്റ് യുവർ സ്കൂൾ. എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ. ഐ കെയിം ടു മൈ വില്ലേജ് ടു സെലിബ്രേറ്റ് ഹരിയാലി തീജ്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ വില്ലേജിൽ വന്നിട്ടുള്ളത് ഹരിയാലി തീജ് ആഘോഷിക്കാൻ വേണ്ടിയാണ്. വി സെലിബ്രേറ്റ് തീജ് ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ വിച്ച് ഈസ് ചിങ്ങം ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ചിങ്ങം മാസം അഥവാ ഇവിടുത്തെ ശ്രാവണ മാസത്തിലാണ് ഞങ്ങൾ തീജ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഡോണ്ട് യു പുട്ട് അപ്പ് സ്വിങ്സ് ഫോർ ഓണം ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഓണത്തിന് ഊഞ്ഞാലൊക്കെ ഇടാറില്ലേ. വി ഓൾസോ പുട്ട് അപ്പ് സ്വിങ്സ് ഹിയർ ഫോർ തീജ് ഫെസ്റ്റിവൽ. ന്യൂ ക്ലോത്ത്, സ്വീറ്റ്സ്, ഫെസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ് ആൻഡ് സോ ഓൺ ആർ പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങളും ഇവിടെ ഊഞ്ഞാലിടാറുണ്ട്, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടാറുണ്ട്, സ്വീറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്, ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ വിരുന്ന് പോകാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വി ഓൾസോ സെലിബ്രേറ്റഡ് എ പുഷ്കർ മേള ആൻഡ് ഗജമേള. മാത്രമല്ല ഇവിടെ പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഓൺ സച്ച് ഒക്കേഷൻസ് മെൻ വിയർ ടർബൻസ് ആൻഡ് കോട്ട്സ്. അപ്പോൾ ആ ഒരു ഒക്കേഷൻസിൽ പുരുഷന്മാർ ഇതുപോലെ ടർബൻസും കോട്ട്സ് ഒക്കെയാണ് ഇടാറുള്ളത്. വുമൺ വെയർ സ്കേർട്സ്, ജോളീസ് ആൻഡ് സാരീസ്. അപ്പോൾ സ്ത്രീകൾ അവിടെ സ്കേർട്സും ജോളിയും സാരിയൊക്കെയാണ് ഇടാറുള്ളത്. ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദീസ് വെൻ വി മീറ്റ്. നമ്മൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഐ വിൽ ബി ബാക്ക് ബിഫോർ ഓണം. ഞാൻ ഓണത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ അവിടെ എത്തും. ഐ വിൽ ബ്രിങ് സം ഓഫ് അവർ സ്പെഷ്യൽ സ്വീറ്റ്സ് മെയ്ഡ് ബൈ അസ് ഫോർ ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരണ്ടേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിതി പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടും മറ്റുമുള്ള കാര്യങ്ങൾ. ദെൻ വാട്ട് all similar features are there between the Onam festival in Kerala and the Teej festival in Rajasthan. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി രാജസ്ഥാനിലെ തീജ് ഫെസ്റ്റിവലും ഓണം ഫെസ്റ്റിവലും തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ ചില ഇതുണ്ടല്ലേ, സാമ്യതകളുണ്ട് നമുക്ക് മനസ്സിലായി. എന്തൊക്കെയാണ്? ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മലയാളം മന്ത് ഓഫ് ചിങ്ങം വൈൽ തീജ് ഫോൾസ് ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ വിച്ച് ഇക്വാലൻ ടു ചിങ്ങം. അപ്പോൾ മലയാള മാസമായ ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത്. പക്ഷെ അതേസമയം തന്നെ ചിങ്ങത്തിന് തുല്യമായിട്ടുള്ള ശ്രാവണ മാസത്തിലാണ് അവർ തീജ് ആഘോഷിക്കുന്നത്. ലൈക്ക് ഓണം സ്വിംഗിങ്, വിയറിംഗ് ന്യൂ ക്ലോത്ത്സ് ആൻഡ് മേക്കിംഗ് സ്വീറ്റ്സ്, ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ് ക്യാൻ ബി സീഡ് ഹിയർ. അതുമാത്രമല്ല പുതുവസ്ത്രം ധരിക്കുന്നതും ഊഞ്ഞാലാടുന്നതും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ബന്ധു വീടുകളിലൊക്കെ വിരുന്നു പോകുന്നതും ഒക്കെ തീജ് ആഘോഷത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള. ഇനി കേരളത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് രാജസ്ഥാനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? രാജസ്ഥാൻ ഫെസ്റ്റിവൽ ആർ
ആർ ഫുൾ ഓഫ് കളർ, മ്യൂസിക് ആൻഡ് ഡെസേർട്ട് ട്രഡീഷൻസ്. അപ്പോൾ അവിടെ ഫുള്ളും വർണ്ണാഭമായിട്ടുള്ളതും അതുപോലെ തന്നെ മ്യൂസിക് ആയിട്ടുള്ളതും ഈ ഡെസേർട്ടുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ആഘോഷങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. ദേ സെലിബ്രേറ്റഡ് പുഷ്കർ മേള ആൻഡ് ഗജമേള. അവർ പുഷ്കർ മേളയും ഗജമേളയും ഒക്കെ നടത്താറുണ്ട്. ഓൺ സച്ച് ഒക്കേഷൻസ് മെൻ വിയർ ടർബൻസ് ആൻഡ് കോട്ട്സ്, വുമൻ വിയർ സ്കേർട്സ്, ജോളീസ് ആൻഡ് സാരീസ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ഈ ഒരു ഫെസ്റ്റിവലിൽ ധരിക്കാറുള്ളത്. വി ആർ ഫെമിലിയർ with the some of the similarities and differences in food, clothing, customs and celebrations of Rajasthan and Kerala. Many such features can be observed in each state. അപ്പോൾ ഇപ്പോൾ നമുക്ക് രാജസ്ഥാനിലെയും കേരളത്തിലെയും ഫുഡ് ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താണ് ചില സാമ്യതകളും ചില ഡിഫറൻസും നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇതേപോലെ തന്നെ ഓരോ നാടിനും അവിടുത്തേതായിട്ടുള്ള സവിശേഷതകളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് യുവർ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്, ലാംഗ്വേജസ്, ട്രഡീഷണൽ ക്ലോത്തിങ്, food, arts and craft, monuments and other cultural aspect of your area and use the information to complete the concept map provided below. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും ഇതേ രീതിയിൽ എന്തെങ്കിലും ആഘോഷങ്ങളോ ഭാഷയോ വേഷമോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്മാരകങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ്, ഫെസ്റ്റിവൽ, എൻ്റർടൈൻമെൻറ്റ്, മോണുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ബേസ്ഡ് ഓൺ ദ അബവ് കോൺസെപ്റ്റ് മാപ്പ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ മൈ പ്ലേസ് ആൻഡ് അപ്ലോഡ് ഇൻ ടു ദ സ്കൂൾ വിക്കി. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനനുസരിച്ച് നിങ്ങൾ ഒരു മൈ പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. അത് നിങ്ങളുടെ സ്കൂൾ വിക്കിയിൽ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ എൽഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. The features included in the description, my place reflect the culture of our land. What is culture? അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു എൻ്റെ നാട് എന്നുള്ള മൈ പ്ലേസ് എന്ന് പറയുന്നതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നാടിൻ്റെ കൾച്ചറിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് ആക്ച്വലി കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ്, ഫുഡ്, ക്ലോത്തിങ് എന്നിവയുമായി ചേർന്നതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. The way we think and act is also a part ഓഫ് കൾച്ചർ. മാത്രമല്ല നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും നമ്മുടെ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. Culture is something we inherit traditionally as member of society. All the achievements of humanity can be termed as culture. മാത്രമല്ല നമ്മളൊരു സമൂഹത്തിലെ ഒരു മെമ്പർ ആണെന്ന് എന്ന നിലയിൽ അവിടെ ട്രഡീഷണൽ ആയിട്ടുണ്ടാവുന്നതാണ് ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും എന്താണ് കൾച്ചറാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് അവിടുത്തെ കൾച്ചറാണ് അല്ലേ. അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. അപ്പോൾ സൊസൈറ്റിയും അതുപോലെ തന്നെ എല്ലാ പേഴ്സണും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള കൾച്ചറും കൂടെ ഉണ്ടായിരിക്കും. ദെൻ culture is defined in the opening lines of the book Primitive Culture, published by E.P. Taylor in 1871. Thus, culture is that complex whole which includes knowledge, belief, art, morals, law, custom and any other capabilities and habits acquired by man as a member of society. അപ്പോൾ E.P. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ് ഈ പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിൽ. അതിൽ ആദ്യ വരിയിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതോ സൊസൈറ്റിയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ മനുഷ്യൻ അക്വയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോളജ്, ബിലീഫ്സ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റം, ബാക്കിയുള്ള കാപ്പബിലിറ്റീസ്, അതുപോലെ തന്നെ ഹാബിറ്റ്സ്, അക്വയർ ചെയ്തിട്ടുള്ള ഹാബിറ്റ്സ്, ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ആകെത്തുകയാണ് എന്ത് പറയുന്നത് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൾച്ചറിൽ ഇതെല്ലാം എന്താണ് ഒരു ഫാക്ടറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കൾച്ചർ ഈസ് ദാറ്റ് സെറ്റ്സ് ഹ്യൂമൻ അപ്പാർട്ട് ഫ്രം അതർ സ്പീഷ്യസ്. അപ്പോൾ ഒരു കൾച്ചറാണ് മറ്റുള്ള ജീവികളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ബോൺ ഇൻ ടു എ യുണീക്ക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഈസ് through the process of socialization each individual acquire their own culture. അപ്പോൾ ഓരോ പേഴ്സണും ഓരോ കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിക്കുന്നത് അല്ലേ. എല്ലാവരും ഒരേ രീതിയിലല്ല. ഇപ്പോൾ കേരളത്തിലുള്ള പോലെ ആയിരിക്കില്ല അമേരിക്കയിലുള്ളത്. അപ്പോൾ അവർ ജനിക്കുന്ന അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു സൊസൈറ്റിയെ ഡിപ്പെൻഡ് ആയിരിക്കും അയാളുടെ കൾച്ചർ എന്ന് പറയുന്നത്.
സോ അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം എങ്ങനെയാണ് ആർജിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ? സോഷ്യലൈസേഷൻ ഈസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻറ്ററാക്ട് വിത്തിൻ ദ സൊസൈറ്റി വി ലീവ് ഇൻ. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യണം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സോഷ്യലൈസേഷൻ എന്നുള്ളത്. ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലീവ്സ്. അപ്പോൾ ഇത് ജനനത്തിലൂടെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ മൊത്തം തുടർന്നു പോകുന്ന ഒരു സംഭവം തന്നെയാണ്. ഫാമിലി, എഡ്യൂക്കേഷൻ, പിയേഴ്സ്, മീഡിയ ആൻഡ് സോ ഓൺ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ സോഷ്യലൈസേഷൻ പ്രോസസ്. അപ്പോൾ അവിടെ എന്താണ്? ഫാമിലി ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷന്, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ മീഡിയാസ്, ഇതൊക്കെ നമ്മുടെ സോഷ്യലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഫാക്ടറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. Art, music, literature, philosophy, religion, science and so on are all different components of culture. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്. ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ, അതുപോലെ സയൻസ്, ഇതെല്ലാം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ കോമ്പണൻസ് ആണ്. ആൾ ദീസ് ആർ ഹ്യൂമൻ മെയ്ഡ് ആർ ദേ. അപ്പോൾ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണോ? കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് പറയാം അല്ലേ? പക്ഷെ ഇതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണോ? അല്ല. ദാറ്റ് ഈസ് വൈ കൾച്ചർ ഈസ് കൺസിഡേർഡ് ഇറ്റ് ടു ബി ഹ്യൂമൻ മെയ്ഡ്. അതിനാലാണ് എന്ത് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമാണെന്ന് കരുതുന്നത്. കൾച്ചർ ഹാസ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കോമ്പണൻസ്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ളതുകൊണ്ട് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് സോ ഓൺ വിച്ച് ക്യാൻ ബി സീൻ ഓൺ the surface and are tangible are the components of material culture. അപ്പോൾ നമുക്കറിയാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതും അതുപോലെ തന്നെ രൂപമുള്ളതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഫുഡ്, അതുപോലെ ക്ലോത്ത്സ്, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എന്നിവയൊക്കെ. ഇതെന്താണ്? ഒരു മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഘടകങ്ങളാണ്. ബട്ട് ബിലീവ്സ്, തോട്ട്സ്, ഐഡിയാസ് സോ ഓൺ വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആൻഡ് ആർ കോമ്പണൻസ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ ബിലീവ്സ്, നമ്മുടെ തിങ്കിങ്, നമ്മുടെ അതുപോലെ തന്നെ ഐഡിയാസ്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത്തരത്തിലുള്ളതിനെ നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നതാണ്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് ആസ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. യു വിൽ ആഡ് മോർ എക്സാമ്പിൾസ് വോണ്ട് യു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്നും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും എഴുതണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇപ്പം ഇതിൽ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വായിക്കാം. ഷർട്ട്, ബുക്ക്, യൂട്ടൻസിൽസ്, ഹൗസ്, ബാഗ്, വാച്ച്, ഫോൺ, സ്പെയ്ഡ്, ദെൻ കമ്പ്യൂട്ടർ, അംബ്രല്ല, കാർ, ഫുഡ് വെയർ. ഇതൊക്കെ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് മലയാളം, റിലീജിയസ് ബിലീഫ്, ലവ്, റെസ്പെക്റ്റിംഗ്, നോളജ്, prayer, patriotism, national traditions, justice, devotion to guru, reverence and ethics. ഇത്രയും കാര്യങ്ങൾ വരുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറിലാണ്. അതൊന്നും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? എന്തൊക്കെയാണ്? ഫെസ്റ്റിവല്, ലാംഗ്വേജ്, ട്രഡീഷൻ, ആർട്ട്, റിച്വൽ, ബിഹേവിയർ, സിമ്പിൾ, ഫുഡ്, ക്ലോത്തിങ്, ബിലീഫ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ കൺസെപ്റ്റ് മാപ്പ് ആൻഡ് മേക്ക് നോട്ട്സ് എക്സ്പ്ലെയിനിങ് കൾച്ചർ ആൻഡ് കോമ്പണൻസ് ഓഫ് കൾച്ചർ. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ കൾച്ചർ എന്നും കോമ്പണൻസ് എന്നും കൾച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. എന്തെഴുതാം? Culture is made up of many components that show how people live and express themselves. Beliefs show how communities think, while art and festivals bring joy and togetherness. അപ്പോൾ എന്താ പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് ആളുകൾ ജീവിക്കുന്നതും അതിൻ്റെ അത് എക്സ്പ്രസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബിലീഫ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീസ് തിങ്കിങ്ങും അതുപോലെ തന്നെ ആർട്ട്, ഫെസ്റ്റിവൽ, ജോയ്, ഇതൊക്കെ കൂടി ഉള്ളതാണ് നമ്മുടെ ബിലീഫ്സ് എന്ന് പറയുന്നത്. പീപ്പിൾ ഷെയർ ദെയർ ലാംഗ്വേജ്, ഫോളോ ട്രഡീഷൻസ്, പെർഫോമൻസ് റിച്വൽസ് ആൻഡ് ഷോ കൈൻഡ്നസ് ത്രൂ ദെയർ ബിഹേവിയർ. Symbols, food, art and dress all help tell the story of who they are and what they value. അപ്പോൾ അത് മാത്രമല്ല നമുക്കറിയാം
നമുക്ക് ചുറ്റും എന്തുണ്ട്, ഒരുപാട് അതേസമയം ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ആർട്ട് എന്നിവയിലൂടെ നമ്മൾ എന്താണ് സന്തോഷവും അവിടെ അതുമാത്രമല്ല യൂണിറ്റിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. ഭാഷയിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു, അവരുടെ പാരമ്പര്യം അതുപോലെ തന്നെ ആചാരങ്ങൾ എന്നിവയൊക്കെ അവിടെ അനുഷ്ഠിക്കുന്നു. പെരുമാറ്റത്തിലൂടെ അവിടെ കാണിക്കുന്നത് ഫുഡ്, അതുപോലെ തന്നെ ആർട്ട്, അവരുടെ ഡ്രസ്സിങ്, ഇവയെല്ലാം നമുക്ക് ആരാണെന്നും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, അവരുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. Okay, then next one, there are diverse societies and culture exist in the whole world. അപ്പോൾ ഈ ഓൾഡ് വേൾഡിൽ എന്തൊക്കെ ഉണ്ട്, അവിടെ സൊസൈറ്റീസ് ഉണ്ട്, കൾച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. ദ കൾച്ചർ ഓഫ് ഇന്ത്യ ടു ഈസ് ഇൻക്രെഡിബിൾ റിച്ച് വിത്ത് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒന്നാണ്, റിച്ച് ഡൈവേഴ്സിറ്റിയാണ്. അവർ കൺട്രി ഈസ് ഹോം ടു എ വൈഡ് വെറൈറ്റി ഓഫ് റിലീജിയസ്, കാസ്റ്റ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മുടെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റിലീജിയസും കാസ്റ്റും ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഒക്കെ ഉള്ളതാണ്. ഈച്ച് വൺ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്റ്റ് ട്രഡീഷൻസ് ആൻഡ് കൾച്ചർ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ട്രഡീഷനും കൾച്ചറും ഒക്കെ ഉണ്ട്. സിമിലർലി എ റിമാർക്കബിൾ ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള ലാംഗ്വേജും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റീസ് ആയിട്ടുള്ള റിലീജിയസും ബാക്കി എല്ലാം എക്സിസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ദെൻ ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പ്രിന്റഡ് ഓൺ അവർ കറൻസി നോട്ട്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ലാംഗ്വേജസ് ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? എത്രയാണ്? നമ്മുടെ കറൻസിയിൽ പ്രധാനമായിട്ടുമുള്ളത് 17 ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ 15 ലാംഗ്വേജസ് എന്ന് പറയുന്നത് 2 ലാംഗ്വേജസ്, ഒന്ന് ഹിന്ദിയും ഒന്ന് ഇംഗ്ലീഷും. മറ്റ് 15 ലാംഗ്വേജസ് എന്ന് പറയുന്നത് അസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുങ്കു, ഉറുദു, ഇത്രയുമാണുള്ളത്. ഇതിൻ്റെ കൂടെ ഹിന്ദി പ്ലസ് ഇംഗ്ലീഷും കൂടെ. നെക്സ്റ്റ് വൺ, എൻക്വയർ അബൌട്ട് വിച്ച് ലാംഗ്വേജ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 22 ലാംഗ്വേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 8th സ്കെഡ്യൂളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാം. അസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സിന്ധി, തമിഴ്, തെലുങ്കു, ഉറുദു, ബോഡോ, സന്താളി, മൈഥിലി, ഡോഗ്രി. ഇത്രയും ലാംഗ്വേജസ് ആണ്, ഇത്രയും 22 ലാംഗ്വേജസ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് മേക്ക് എ പോസ്റ്റർ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഫോം ഇൻ ടു ഗ്രൂപ്പ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, വിവിധ ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ ഓരോ രാജ്യങ്ങളുടെയും കൾച്ചറൽ ഫീച്ചേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഈച്ച് ഗ്രൂപ്പ് സെലക്ട്സ് 1 കാർഡ് ഫ്രം ദ കാർഡ്സ് വിത്ത് നെയിം ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് റിട്ടേൺ ഓൺ ദം. അപ്പോൾ എന്ത് ചെയ്യുക, വ്യത്യസ്ത രാജ്യങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുള്ള കാർഡുകളിൽ നിന്നും ഓരോ ഗ്രൂപ്പും ഓരോ കാർഡ് വീതം എടുക്കുക. പ്രിപ്പയർ ആൻഡ് പ്രസന്റ് എ പോസ്റ്റർ ബേസ്ഡ് ഓൺ ദ കൾച്ചറൽ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റീഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും റീഡിംഗ് മെറ്റീരിയൽസിൻ്റെയും ഈ സഹായത്തോട് കൂടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി വേണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ട്രഡീഷണൽ ക്ലോത്തിങ് വേണം, ഫെസ്റ്റിവൽസ്, ട്രഡീഷണൽ ഫുഡ്, ലാംഗ്വേജ്, എൻ്റർടൈൻമെൻറ്റ്സ്, ഇൻവെൻഷൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ പോസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. യു ഹാവ് റിയലൈസ്ഡ് ദാറ്റ് കൾച്ചർ അറൗണ്ട് ദ വേൾഡ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്ന കൾച്ചർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമുക്കതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൾച്ചർ ഹാസ് മെനി ഫീച്ചേഴ്സ് ലൈക്ക് ദീസ്. അപ്പോൾ കൾച്ചറിന് എന്താ നിരവധി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണുള്ളത്. ലെറ്റ്സ് സീ വാട്ട് ദേ ആർ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ എന്നുള്ളതിൽ ഫസ്റ്റ് വരുന്നത് കൾച്ചർ ഈസ് ലേൺഡ് എന്നുള്ളതാണ്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലേൺ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാം. Onam is one of the major festivals in Kerala. You celebrate Onam in school, don't you? അപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ സ്കൂളുകളിലൊക്കെ ആഘോഷിക്കാറുണ്ട്. വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻ? അപ്പോൾ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്? പ്രധാനമായിട്ടും ക്ലീനിങ് ദ ഹൗസ്, നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യും. മേക്കിംഗ് പൂക്കളം ഉണ്ടാക്കും. ബൈ ന്യൂ ക്ലോത്ത്സ്, കുക്കിംഗ് സദ്യ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യാറുള്ളത്.
ഫ്രം വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് തിങ്സ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്? വി ലേൺ ഫ്രം അവർ ഫാമിലി ആൻഡ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും ഫാമിലിയിൽ നിന്നുമാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. കൾച്ചർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഇന്നേറ്റ്. വി അക്വയർ കൾച്ചർ ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ദാറ്റ് ഹാപ്പൻസ് ത്രൂ ഇൻറ്ററാക്ഷൻ വിത്ത് ഫാമിലി, സ്കൂൾ, പിയേഴ്സ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നൊന്നുമല്ല. നമ്മളുടെ എന്താണ്, നമ്മൾ എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് എവിടെ നിന്നൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മുടെ സ്കൂള്, പിയേഴ്സ്, ഫാമിലി, സൊസൈറ്റി, ഇതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ, ആ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മളിലേക്ക് ഇത് എത്തിയിട്ടുള്ളത്. That we learn how to respect elders usually from our family. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിച്ചിട്ടുള്ളത്. How to behave in society is learned from family, school, peers and the society. മാത്രമല്ല എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫാമിലിയിൽ നിന്നും, സ്കൂളിൽ നിന്നും, പിയേഴ്സിൽ നിന്നും ഒക്കെ, സൊസൈറ്റിയിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ചു. കൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു കൾച്ചർ എന്താണ് പ്ലേ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് നമ്മളെ സൊസൈറ്റിയും ഇൻഡിവിജ്വൽസുമാണ് നമ്മളതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ദെൻ എൻകൾച്ചറൈസേഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ് ഹാബിറ്റുലൈസേഷൻ ദെയർ ഓൺ കൾച്ചർ. അപ്പോൾ ഒരു പേഴ്സൺ സ്വന്തം സംസ്കാരത്തെ പഠിക്കുകയും അതുപോലെ തന്നെ അത് ശീലിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ സംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത്, അഥവാ എൻകൾച്ചറലൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ സം ഓഫ് ദ കൾച്ചറൽ പ്രാക്ടീസസ് യു ഹാവ് ലേൺഡ്? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് ദ നാഷണൽ ആന്തം. നാഷണൽ ആന്തം കേട്ടാൽ അപ്പം നമ്മൾ എണീറ്റ് നിൽക്കും അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക. റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ്, ഫോളോയിങ് ക്യൂസ് ഇൻ ക്രൗഡഡ് പ്ലേസസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് ഷെയർഡ്. കൾച്ചർ എന്ന് പറയുന്നത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. Then in school you eat together with your friends while celebrating Onam feast, don't you? എന്താണ് സ്കൂളിൽ നമ്മൾ എല്ലാവരും കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ട്? ഓണസദ്യ കഴിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഓണം ഫീസ്റ്റ്? ഓണം ഫീസ്റ്റ് എന്നാൽ ഓണസദ്യ കേട്ടോ. ഓണസദ്യയുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി സിറ്റ് ടുഗെദർ ആൻഡ് ഹാവ് ഫുഡ്. എല്ലാ ആളുകളും ഒന്നിച്ചിരുന്നിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത്. ദ സെയിം ഡിഷസ് ആൻഡ് ദ സെയിം ടേസ്റ്റസ് ആർ ഷെയർഡ്. അവിടെ സെയിം ആയിട്ടുള്ള ഡിഷും സെയിം ടേസ്റ്റുമാണ് നമ്മളവിടെ ഷെയർ ചെയ്യുന്നത്. ഇറ്റ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂണിറ്റിയും സോഷ്യൽ പാർട്ടിസിപ്പേഷനും ഒക്കെ നമുക്ക് ഫോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പീപ്പിൾ കം ടുഗെദർ ആൻഡ് സെലിബ്രേറ്റ് വിത്ത് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അവിടെ ലവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓണസദ്യ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈസ് ഓണം ഫീസ്റ്റ് സിംപ്ലി അബൌട്ട് ഹാവിങ് ഫുഡ്? ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണോ ഓണസദ്യ കഴിക്കുന്നത്? അല്ല. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ദ ഗാദറിംഗ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഓണസദ്യ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ അനുഭവങ്ങൾ കൂടെ വരുമ്പോഴാണ് അവിടെ ഓണസദ്യ എന്ന് പറയുന്നത്. Then common traditions such as eating food served on banana leaves while sitting on the floor is part of ഓണം. അപ്പോൾ ഓണം നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കുക? വാഴയില നിലത്ത് വെച്ചിട്ട് അതിൽ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കാറല്ലേ. അപ്പോൾ അത് എന്ന് പറയുന്നത് ആ ഒരു പൊതു പാരമ്പര്യമാണ് അവിടെ കാണിക്കുന്നത്. ഇറ്റ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് സോഷ്യൽ പാർട്ടിസിപ്പേഷനും ഒരു യൂണിറ്റിയും നമുക്ക് അവിടെ പങ്കുവെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൾച്ചർ ഈസ് കളക്റ്റീവ്ലി റിസീവ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് സെലിബ്രേഷൻ. ഇൻ ദിസ് മാനർ കൾച്ചർ ഈസ് ഷെയർഡ് എമംഗ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ ഭക്ഷണത്തിലൂടെ നമുക്കൊരു ആഘോഷ ചടങ്ങുകളിലൂടെയും ഒരു സംസ്കാരം, ഒരു കൾച്ചർ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയുമാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ ഏരിയ, കാർണിവർ, അഗ്രികൾച്ചറൽ ഫെയേഴ്സ്, ഫിലിം ഫെസ്റ്റിവൽ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസിൻ വിത്ത് കൾച്ചറൽ ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടായിരിക്കും അല്ലേ. പ്രധാനമായിട്ടും കാർണിവലോ അഗ്രികൾച്ചർ ഫെയേഴ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഫിലിം ഫെസ്റ്റിവലോ ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ശേഖരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് ഇവിടെ പറയുന്നത്. കൾച്ചർ ഈ സിംബോളിക്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ്.
വാട്ട് ഓൾ സിംബൽസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻറ്റ് അവർ നാഷണലിസം? നമ്മുടെ നാഷണലിസത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തൊക്കെ സിംബൽസ് നമുക്കറിയാം? നാഷണൽ ആന്തം, നാഷണൽ എംബ്ലം, നാഷണൽ ആനിമൽ, നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലാഗ്. ഇതൊക്കെ നാഷണലുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ദെൻ observe the above picture. These are some of the symbols of Indian nationalism and culture. അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ നാഷണലിസത്തിൻ്റെയും അതുപോലെ തന്നെ കൾച്ചറിൻ്റെയും കുറച്ച് സിംബൽസ് ആണ് തന്നിട്ടുള്ളത്. നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ്സ് ആൻഡ് സോ ഓൺ ഇവോക്ക് എ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ അസ്. നമ്മുടെ ഉള്ളിൽ ഒരു നാഷണലിസത്തിൻ്റെ ഫീലിംഗ് വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നുകിൽ നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വരും അല്ലേ? നാഷണലിസം റെപ്രസെൻറ്റ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി. അപ്പം നാഷണലിസം എന്ന് പറയുന്നത് പാട്രിയോട്ടിസവും നാഷണൽ യൂണിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സിമിലർലി സിംബൽസ് സച്ച് ആസ് ലാംഗ്വേജ്, ഗസ്റ്റർ ആൻഡ് ഒബ്ജെക്ട്സ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് കൾച്ചർ. മാത്രമല്ല നമ്മുടെ ആംഗ്യങ്ങൾ, നമ്മുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ സിംബൽസ്, ഇതൊക്കെ നമ്മുടെ കൾച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ദീസ് സിംബൽസ് ഹെൽപ്പ് ഇൻ നർച്ചറിങ് കൾച്ചർ ആൻഡ് വാല്യൂസ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സിംബൽസ് ഒക്കെ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരു വാല്യൂസും കൾച്ചറൊക്കെ നെർച്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ find the symbols used as part of culture in your area. Note their characteristic features. Prepare a display a wall magazine. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തും ഇതേപോലെ തന്നെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സിംബൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് കൾച്ചർ ഈസ് ഡൈനമിക് എന്നുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. ലിസൺ കെയർഫുള്ളി ആസ് ഗ്രാൻഡ് മദർ ഷെയർസ് ദ ചേഞ്ച് ഇൻ ദ മാരേജ് പ്രാക്ടീസസ് വിത്ത് ഹെർ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഫ്രണ്ട്സ് ഹു ഹാവ് കം ടു അറ്റൻഡ് ഹെർ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവിടെ എന്താണ്? വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് എത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി പണ്ടുണ്ടായിരുന്ന വിവാഹത്തിൽ എന്തൊക്കെയാണ് ഇന്നും വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്നാണ് പറയുന്നത്. ഇൻ മൈ യങ്ങർ ഡേയ്സ് മാരേജസ് വേർ വെരി സിമ്പിൾ. എൻ്റെ ചെറുപ്പകാലത്ത് മാരേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. മൈ മാരേജ് ടൂക്ക് പ്ലേസ് ഇൻ എ ബാവ്ലിയൻ സെറ്റപ്പ് ഇൻ ദ ഫ്രണ്ട് യാർഡ്. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ നടന്നിട്ടുള്ളത് ഒരു പന്തലിൽ വെച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു പന്തൽ ഒരുക്കിയിട്ട് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓൺലി ക്ലോസ് റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വേർ ഇൻവൈറ്റഡ്. അപ്പോൾ ക്ലോസ് റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും മാത്രമേ അതിന് പങ്കെടുത്തിരുന്നുള്ളൂ. ദ ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മൈ റിലേറ്റീവ്സ്. അപ്പോൾ റിലേറ്റീവ്സ് തന്നെയായിരുന്നു അന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റ് ദാറ്റ് ടൈം മോർ അറ്റൻഷൻ വാസ് ഗിവൻ ടു മാരേജ് സെറിമണീസ് ആൻഡ് കസ്റ്റംസ്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാരേജ് സെറിമണിക്കും അതുപോലെ തന്നെ കസ്റ്റംസിനുമായിരുന്നു. ബട്ട് മൈ ഗ്രാൻഡ് ഡോട്ടേഴ്സ് മാരേജ് വാസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ കല്യാണം എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ തന്നെയായിരുന്നു. എ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആൻഡ് എ സ്പീഷ്യസ് ഓഡിറ്റോറിയം വിത്ത് സ്റ്റേജ് ഫുൾ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്. അപ്പോൾ വലിയ സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതിലെന്താണ്? ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ അവർ ടൈം മാരേജ് വേർ ജസ്റ്റ് എ വൺ ഡേ ഇവൻറ്റ്. ഞങ്ങളുടെ കാലത്തൊക്കെ ഒരു ദിവസം മാത്രമായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. ബട്ട് ടുഡേ വാട്ട് ഓൾ ന്യൂ പ്രീ വെഡിങ് സെലിബ്രേഷൻസ് ആർ ദർ ലൈക്ക് ഹൽദി ആൻഡ് മെഹന്തി സെറിമണീസ്. പക്ഷെ ഇന്ന് കല്യാണത്തിന് മുന്നേ തന്നെ ഹൽദി, മെഹന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഘോഷങ്ങളാണ് ഇന്നുള്ളത്. വാട്ട് ഓൾ ചേഞ്ചസ് ഇൻ ദ കണ്ടക്ട് ഓഫ് മാരേജ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതെല്ലാം നടത്തുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം വാസ് ഇൻചാർജ് ഓഫ് എവറിത്തിങ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻചാർജ് എന്ന് പറയുന്നത് ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. There was a separate team for cooking and catering service. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടീംസൊക്കെയാണ് അവർക്ക് കുക്കിങ്ങിനും അതുപോലെ തന്നെ സർവീസ്, കാറ്ററിംഗ് സർവീസിനൊക്കെ ഉള്ളത്. ദ ഫീസ്റ്റ് ഇൻക്ലൂഡഡ് ഡിഷസ് ദാറ്റ് ഐ ഹാഡ് നെവർ ഈവൻ ഹേർഡ് ഓഫ്. ഹൗ മച്ച് മാരേജ് സെറിമണീസ് ഹാവ് ചേഞ്ച്ഡ് ഫ്രം സിമ്പിൾ കസ്റ്റംസ്. അപ്പോൾ എന്താ പറയുന്നത്? ഇനി അതിനുണ്ടായിരുന്ന ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പോലും ഇതുവരെ കേൾക്കാത്ത ഒട്ടനവധി ഫുഡുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും അധികം മാറ്റമാണ് ഒരു കല്യാണത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇവിടെ മുത്തശ്ശി പറയുന്നത്. Then these pictures indicate the modern trends in marriage. അപ്പോൾ ഈ പിക്ചേഴ്സിലൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇന്ന് മാരേജിൽ വന്നിട്ടുള്ള മോഡേൺ ട്രെൻഡ്സ് എന്നുള്ളത്. ഗ്രാൻഡ് മദർ ഹാസ് മെൻഷൻഡ് ദ ചേഞ്ചസ് ഇൻ മാരേജ് സെറിമണീസ്. വാട്ട് ആർ ദേ? അപ്പോൾ ഗ്രാൻഡ് മദർ ഇവിടെ ഒരുപാട് ചേഞ്ചസുകൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാരേജ് റിസപ്ഷൻ, വെഡിങ് ഓഡിറ്റോറിയം, മാരേജ്
സേവ് ദ ഡേറ്റ്, ഹൽദി, വെഡിങ് ഇൻവിറ്റേഷൻ, ഇതിലൊക്കെ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ടെന്നാണ് അവിടെ ഗ്രാൻഡ്മ പറഞ്ഞിട്ടുള്ളത്. മാരേജ് ഈസ് എ സോഷ്യൽ ഗാദറിംഗ് വേർ എവ്രി വൺ ഇൻക്ലൂഡിങ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് നേറ്റീവ് പാർട്ടിസിപ്പേറ്റ്സ്. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഗാദറിംഗ് തന്നെയാണ് അല്ലേ. അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നേറ്റീവ്സ്, അവിടുത്തെ നാട്ടുകാരുണ്ടായിരിക്കും. ഇവരെല്ലാം കൂടെ പങ്കെടുക്കുന്ന ഒന്ന് തന്നെയാണ്. With the development of modern technology, ceremonies like marriage are undergoing vast changes. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്ന ആധുനികമായിട്ടുള്ള വികാസത്തോട് കൂടിയിട്ട് അവിടെ മാരേജിലും എന്താണ് ഒരുപാട് ചേഞ്ചസുകളാണ് വന്നിട്ടുള്ളത്. ആസ് പാർട്ട് ഓഫ് ദ എക്സ്ട്രാവഗാൻസ കണക്റ്റഡ് വിത്ത് മാരേജ്, ലോഡ്സ് ഓഫ് ന്യൂ എംപ്ലോയ്മെന്റ് സെക്ടേഴ്സ് ഡെവലപ്ഡ് ആൻഡ് മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്താ ഉണ്ടായിരുന്നത്? വിവാഹമായിട്ട് ഒരുപാട് ആർഭാടങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടി. ഡു യു എഗ്രി വിത്ത് ദിസ്? ശരിയാണല്ലേ. ഒരുപാട് പേർക്ക് ഇവന്റ് മാനേജ്മെന്റിലൊക്കെ വന്നതോട് കൂടിയിട്ട് ഒരുപാട് സെക്ഷൻസ് വന്നു, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടെ കൂടുകയാണ് ചെയ്തത്. വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ കീപ്പിംഗ് സെറമണീസ് ലൈക്ക് മാരേജ് സിമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്ട്രാവാഗൻ? അപ്പോൾ ഇങ്ങനെ ആഡംബരമായിട്ട് നടത്തേണ്ട ഒരു കാര്യമുണ്ടോ? കല്യാണം എന്ന് പറയുന്നത് എല്ലാം സിമ്പിളായിട്ട് നമുക്ക് നടത്താം അല്ലേ. പക്ഷെ എന്താണ്, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം അല്ലേ. അപ്പോൾ അതേ അനുസരിച്ചിട്ടുള്ള ഓരോ ഫീൽഡിലും വരുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. മാരേജ് ഹാവ് ചേഞ്ചർ ഫ്രം സിമ്പിൾ കസ്റ്റംസ് ടു കോംപ്ലക്സ് ആൻഡ് എക്സ്പെൻസീവ് സെലിബ്രേഷൻസ്. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കസ്റ്റംസിൽ നിന്നും ഇന്ന് വളരെ എക്സ്പെൻസീവ് സെലിബ്രേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. However, haven't you noticed that many traditional marriage customs are still followed with changes? This shows how culture undergoes changes incorporating tradition and modernity at the same time. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയധികം പാരമ്പര്യവും ആധുനികതയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Does the development of new media influence food and clothing that are part of our culture? Discuss in class and make note എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസ്, അതുപോലെ തന്നെ മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫുഡിൽ, ക്ലോത്തിൽ, നമ്മുടെ കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മാറുന്നതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ അതിനെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു നോട്ടാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? ഉണ്ടല്ലേ. യെസ്, ദ റൈസ് ഓഫ് ന്യൂ മീഡിയ ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് അവർ ഫുഡ് ആൻഡ് ക്ലോത്തിങ് കൾച്ചർ. അപ്പോൾ ശരിക്കും നമ്മുടെ ഫുഡിലായിക്കോട്ടെ, ക്ലോത്തിങ് കൾച്ചറിലായിക്കോട്ടെ, അതിലൊക്കെ മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പോപ്പുലറൈസ് ട്രെൻഡി ഡിഷസ് ആൻഡ് ഫ്യൂഷൻ റെസിപ്പീസ്, മേക്കിംഗ് സർട്ടൻ ഫുഡ്സ് ഗോ വൈറൽ ഇൻ എ മാറ്റർ ഓഫ് ഹവേഴ്സ്. അപ്പോൾ മണിക്കൂറുകളിൽ തന്നെ ചില ഫുഡൊക്കെ എന്താണ് വൈറലായിട്ട് മാറുകയാണ്. ഫ്യൂഷൻ റെസിപ്പീസ്, ഡിഷ്, ഇതൊക്കെ ട്രെൻഡി ആയിട്ട് മാറും, പോപ്പുലറൈസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Fashion influencers and online stores shape what people wear by showcasing style from around the world. അപ്പോൾ ഈ ലോകത്തിന് ചുറ്റും ആളുകൾ എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് അതൊക്കെയാണ് ഈ ഓൺലൈൻ സ്റ്റോഴ്സും അതുപോലെ തന്നെ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആളുകളും ആ ഒരു വഴിയെ പോവുകയാണ്. ദിസ് ഡിജിറ്റൽ എക്സ്പോഷർ ബ്ലെൻഡ്സ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ചോയ്സസ്, ക്രിയേറ്റിംഗ് എ മോർ ഗ്ലോബൽ ആൻഡ് ഡൈനമിക് കൾച്ചർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതോട് കൂടിയിട്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിലൊക്കെ ഒരു മോറൽ ഗ്ലോബൽ അതുപോലെ തന്നെ ഡൈനമിക് ഐഡൻറ്റിറ്റി ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ലോകത്ത് എവിടെയുള്ള ആളുകളും എന്താണോ കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ അവർ ഡ്രസ്സ് ചെയ്യുന്നത് അതൊക്കെ എവിടെ ഇരുന്നാലും ആളുകൾക്ക് മനസ്സിലാക്കാനും ആ ട്രെൻഡിനൊപ്പം പോകാനുമാണ് ആളുകൾക്ക് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ, കൾച്ചർ ഈസ് കസ്റ്റമറി എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പ്രദായികമായിട്ടുള്ളതാണ്, ഒരു കസ്റ്റമറി ആയിട്ടുള്ളതാണ്. ഇവിടെ തെയ്യത്തെ കുറിച്ചാണ് പറയുന്നത്. തെയ്യം ഈസ് എ കസ്റ്റമറി ആർട്ട് ഫോം ഫ്രം നോർത്തേൺ കേരള. നോർത്തേൺ കേരളയിലുള്ള ഒരു ആർട്ട് ഫോം, ഒരു കസ്റ്റമറി ആർട്ട് ഫോം ആണ് തെയ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡൈവേഴ്സ് റിച്വൽസ്. അപ്പോൾ എന്താണ്? ഇതിന് ഒരുപാട് വൈവിധ്യമായിട്ടുള്ള റിച്വൽസ്, ചടങ്ങുകൾ ഇതിന് മുന്നേ ഉണ്ട്. ദ ഫസ്റ്റ് റിച്വൽ ഈസ് തെയ്യം ഈസ് അടയാളം കൊടുക്കൽ, വിച്ച് ഇൻവോൾവ് സ്കെഡ്യൂളിംഗ് ദ ഡേറ്റ് ഓഫ് ഫോർ തെയ്യം ആൻഡ് പ്രിപ്പയറിംഗ് ദ ആർട്ടിസ്റ്റ് ടു ഡൺ ദ കോസ്റ്റ്യൂം. അപ്പോൾ ആദ്യമുള്ള ചടങ്ങ് എന്ന് പറയുന്നത് അടയാളം കൊടുക്കൽ എന്നുള്ളതാണ്. ഇത് ആരാണോ ഇത് ചെയ്യുന്നത് ആ ആൾക്ക് കെട്ടാൻ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ദ ആർട്ടിസ്റ്റ് പെർഫോമിംഗ് തെയ്യം ഒബ്സർവ് ഉരുത്തം
for 1 to 7 days തെയ്യം ഈസ് പെർഫോംഡ് അറ്റ് കാവ് ആൻഡ് അതർ പ്ലേസസ് വൺസ് എ ഇയർ. അപ്പോൾ ഇവിടെ അടയാളം കൊടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തെയ്യം കെട്ടുന്ന ആൾ 1 മുതൽ 7 ദിവസം വരെ എന്ത് ചെയ്യണം, വ്രതം എടുക്കണം എന്നാണ് പറയുന്നത്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റുമൊക്കെ തെയ്യം കൊട്ടിയാടുന്നത്. ദ തെയ്യം ദാറ്റ് എക്സിസ്റ്റ് ഇൻ മോഡേൺ ടൈംസ് ആർ വില്ലേജ് സൈറ്റ്സ് ദാറ്റ് പ്രൊക്ലെയിം ദ കണ്ടിന്യൂറ്റി ഓഫ് കസ്റ്റംസ് ആൻഡ് കൾച്ചറൽ വൈബ്രൻസി. അപ്പോൾ ആധുനിക കാലത്ത് നിലനിൽക്കുന്ന ഈ തെയ്യം അതിൻ്റെ അനുഷ്ഠാന കലകളൊക്കെ സാംസ്കാരികപരമായിട്ട് ഒരുപാട് പൊലിമയും മറ്റുമൊക്കെ വിളിച്ചോതുന്ന തരത്തിലാണ്. അപ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള തെയ്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് ആ ഒരു കസ്റ്റമർ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. യു ഹാവ് റീഡ് അബൌട്ട് ദ കസ്റ്റംസ് റിലേറ്റഡ് ടു ദ പെർഫോമൻസ് ഓഫ് തെയ്യം. വാട്ട് ആർ ദേ? അപ്പോൾ നമ്മളിപ്പോൾ തെയ്യത്തിൻ്റെ റിച്വൽസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഏതാണ്? സ്കെഡ്യൂളിംഗ് ഡേറ്റ് ആണ്. അതുപോലെ തന്നെ കൊലക്കാരൻ, അടയാളം കൊടുക്കൽ, വൃത്തം, ഇതൊക്കെയാണുള്ളത്. തീയതി നിശ്ചയിക്കുക, കോലം കെട്ടുക, അടയാളം കൊടുക്കൽ, വൃതം എടുക്കൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. Similarly, ritualistic art like തെയ്യം showcase the rich cultural tradition of Kerala. അപ്പോൾ ഇത്തരത്തിൽ തെയ്യം പോലുള്ള ഒരുപാട് റിച്വൽ ആർട്സ് ഉണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള കൾച്ചറൽ ട്രഡീഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സിമിലർലി ദർ ആർ മെനി ട്രഡീഷണൽ കസ്റ്റംസ് ഇൻ അവർ സൊസൈറ്റി. ഇതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് എന്തുണ്ട്, കലാരീതികളും ട്രഡീഷണൽ കസ്റ്റംസും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ദേ ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആൻസെസ്റ്റേഴ്സ് ടു ന്യൂ ജനറേഷൻസ്. അപ്പോൾ ഇത് പഴയ തലമുറയിൽ നിന്നും ഇന്നത്തെ ആളുകളിലേക്കും കൈമാറി വന്നിട്ടുള്ള കാര്യമാണ്. Conduct an interview online or offline with the traditional artist to learn more about customary arts like തെയ്യം. Prepare an interview questionnaire with the help of your teacher. അപ്പോൾ എന്ത് ചെയ്യണം, തെയ്യം പോലുള്ള ഒരുപാട് അനുഷ്ഠാന കലകളുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറി ആർട്സുമായിട്ട് അറിയുന്ന ആർട്ടിസ്റ്റുമായിട്ട് നിങ്ങളൊരു അഭിമുഖം നടത്തുക. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നടത്തുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ടീച്ചറുടെ സഹായത്തോടു കൂടി നടത്താനാണ് പറയുന്നത്. Next one, complete the concept map by identify of which culture teacher given indicators are related to. ഇവിടെ താഴെ എന്താണ്, കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളെടുത്ത് തന്നിട്ടുള്ളത്. കസ്റ്റംസ് ഓഫ് പടയണി, ഇവന്റ് മാനേജ്മെന്റ്, അത്തപ്പൂക്കളം, വൈറ്റ് സിഗ്നിഫൈങ് പീസ്, ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവിങ് ഓണം ഫീസ്റ്റ് ടുഗെദർ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ലേൺഡ് ഉള്ളത്? ലേൺഡ് എന്ന് പറയുന്നത് അത്തപ്പൂക്കളമാണ്. കസ്റ്റമറി എന്ന് പറയുന്നത് കസ്റ്റംസ് ഓഫ് പടയണിയാണ്. സിംബോളിക് എന്ന് പറയുന്നത് വൈറ്റ് സിഗ്നിഫൈങ് പീസ് എന്നുള്ളതാണ്. ഷെയർഡ് എന്ന് പറയുന്നത് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവ് ഓണം ഫീസ് ടുഗെദർ എന്നുള്ളത്. ഡൈനമിക് എന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് കൾച്ചറിന്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൾച്ചറൽ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഹാവൻ യു നോട്ടീസ് ദാറ്റ് കൾച്ചർ ഈസ് ഡൈനമിക്. അപ്പോൾ നമുക്ക് മനസ്സിലായി കൾച്ചർ എന്ന് പറയുന്നത് ഡൈനമിക് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. എവറി സൊസൈറ്റി ഹാസ് കൾച്ചർ. എല്ലാ സൊസൈറ്റിക്കും എന്തുണ്ട്, അതിൻ്റേതായ കൾച്ചർ ഉണ്ട്. കൾച്ചർ ഈസ് ദ ഗൈഡ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രം ടൈം ടു ടൈം എലമെന്റ്സ് ഓഫ് കൾച്ചർ അണ്ടർഗോ ചേഞ്ചസ്. പക്ഷേ ഇന്നെന്താണ്, കാലങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് in our diet, clothing, family relationship and education system are examples of these. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡയറ്റിൽ, ഫുഡിൽ, അതുപോലെ തന്നെ ക്ലോത്തിൽ, ഫാമിലി റിലേഷൻഷിപ്പിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൾച്ചറൽ ചേഞ്ചസ് മീൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എലമെന്റ്സ് ഓഫ് കൾച്ചർ അക്രോസ് ടൈം. അപ്പോൾ കാലങ്ങൾ മാറും തോറും ഈ മെറ്റീരിയലിലായിക്കോട്ടെ അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ എലമെന്റ്സിലായിക്കോട്ടെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ കൾച്ചറൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Cultural change mainly occurs when one culture comes into contact with other culture. അപ്പോൾ ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോഴാണ് മെയിനായിട്ടും ഈ ഒരു കൾച്ചറൽ ചേഞ്ച് സംഭവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൾച്ചറൽ ചേഞ്ച് സംഭവിക്കില്ല. ചേഞ്ചസ് ഹാപ്പൻസ് മെയിൻലി ഇൻ 3 ways. ഇത് പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്. എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ എന്താ പറയുക മെനു ആണ് തന്നിട്ടുള്ളത്. അതിലുള്ളത് നോക്കൂ, മീൽസ്, പുട്ട്, ചപ്പാത്തി, ദോശ, അപ്പം, നാണ്, ചിക്കൻ കറി, അൽഫാം, മന്തി, സൂപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ.
A menu of various food items is given in the picture. Which of these are non-Kerala dishes? ഇതിൽ ഏതൊക്കെയാണ് നോൺ കേരള ഡിഷ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ നാണ്, അതുപോലെ തന്നെ അൽഫാം, മന്തി, ഇതൊന്നും കേരള ഫുഡല്ല, നോൺ കേരള ഫുഡ്സ് ആണ്. It can be seen that along with Kerala's traditional cuisine, dishes from other regions too are mixed with our food culture. അപ്പോൾ നമ്മുടെ ഫുഡ് കൾച്ചറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ഫുഡ് കൾച്ചർ നമ്മുടെ ചുറ്റുമുണ്ട്. Cultural diffusion refers to the spread of unique aspects of one culture into another. അപ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് അത് കലരുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ദിസ് ഹാപ്പൻ വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ഡിഫ്യൂഷൻ അവിടെ നടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും കൾച്ചറൽ ഡിഫ്യൂഷൻ നടക്കില്ല. ദിസ് ഡിഫ്യൂഷൻ ക്യാൻ ഹാപ്പൻ ഫ്രം വൺ കൾച്ചർ ടു അനദർ കൾച്ചർ, വൈസ് വേഴ്സ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അമേരിക്കയിൽ പോയി, അപ്പോൾ അവിടെയുള്ള കൾച്ചർ നമ്മൾ പഠിച്ചു, അതുപോലെ അവർ ഇങ്ങോട്ട് വരുന്നു, അപ്പോൾ അവിടെ ഇവിടുത്തെ കൾച്ചർ അവർ പഠിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ മാത്രമേ ഈ ഒരു കൾച്ചറൽ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. ആസ് ദ നമ്പർ ഓഫ് ഗസ്റ്റ് വർക്ക്സ് ഇൻ കേരള ഇൻക്രീസ്ഡ്, ദെയർ ഫുഡ് ഐറ്റംസ് ഓൾസോ ബിക്കെയിം വൈഡ്ലി അവൈലബിൾ ഹിയർ. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗസ്റ്റ് വർക്കേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ വന്നതോട് കൂടിയിട്ട് അവരുടെ ഐറ്റംസും വൈഡ്ലി ആയിട്ട് നമ്മുടെ ഏരിയയിൽ അവൈലബിൾ ആയി തുടങ്ങി. എക്സാമ്പിൾസ് ആർ പാനിപൂരി, പനീർ ടിക്ക ആൻഡ് ദാൽ മഖാനി. ഇതൊക്കെ എന്താണ്, ഈ ബംഗാൾ ആ ഭാഗത്തുള്ള ആളുകളുടെ ഫുഡാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലും ഇന്നും അവൈലബിൾ ആണ്. സിമിലർ ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ക്ലോത്തിങ്, ലാംഗ്വേജ് ആൻഡ് ഫെസ്റ്റിവൽസ് ടു. ഇത് നമ്മുടെ ഫുഡിൽ മാത്രമല്ല, എന്തിലൊക്കെ ഉണ്ട്, ക്ലോത്തിങ്ങിലായിക്കോട്ടെ, ലാംഗ്വേജിലായിക്കോട്ടെ, ഫെസ്റ്റിവൽസിലായിക്കോട്ടെ, എല്ലാം ഈ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Cultural diffusion occurs when different cultures interact in a friendly manner. അപ്പോൾ ഒരു കൾച്ചർ ഫ്രണ്ട്ലി മാനറുമായിട്ട് നമ്മളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ആ കൾച്ചർ നമ്മൾ കുറച്ച് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൾച്ചറേഷൻ എന്നുള്ളതാണ്. എന്താണ് അക്കൾച്ചറേഷൻ എന്ന് നോക്കാം. റിതി സെലിബ്രേറ്റഡ് ഓണം വിത്ത് us ആഫ്റ്റർ സെലിബ്രേറ്റിംഗ് തീജ് ഇൻ ഹെർ വില്ലേജ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ റിതി എന്താണ്, തീജ് കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അലോങ് വിത്ത് ലേണിംഗ് ഹെർ ഓൺ കൾച്ചർ, റിതി ഈസ് ഓൾസോ ലേണിംഗ് അബൌട്ട് ദ കൾച്ചർ ഓഫ് അനദർ പ്ലേസ്. അപ്പോൾ റിതി അവളുടെ ആ ഒരു തീജ് ആഘോഷത്തോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചറിലെ ആ ഒരു ഓണം കൂടെ പഠിച്ചെടുത്തിട്ടുണ്ട്. ലേണിംഗ് അനദർ കൾച്ചർ ലൈക്ക് ദിസ് അക്കൾച്ചറേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു അവനവൻ്റെ കൾച്ചർ നമ്മൾ അവിടെ നിലനിർത്തുകയും മറ്റുള്ള കൾച്ചർ പഠിച്ചെടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ ചേഞ്ചസ് ടു വൺസ് ഓൺ കൾച്ചറൽ ഹാപ്പൻ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ കൾച്ചർ. അപ്പം അവിടെ എന്താണ്, പാർഷ്യലായിട്ട് നമ്മുടെ കൾച്ചർ അവിടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റുള്ള ഒരു കൾച്ചറിൽ ഇൻഫ്ലുവൻസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം മെനി ഓഫ് ഇറ്റ്സ് ഒറിജിനൽ എലമെൻറ്റ്സ് ആർ സസ്റ്റൈൻഡ്. പക്ഷേ എന്താണ്, അവിടെ ഒറിജിനൽ എന്താണ്, അത് സസ്റ്റൈൻഡ് ആയിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഹാവ് യു ഹാഡ് എ സിമിലർ എക്സ്പീരിയൻസ്? ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അക്കൾച്ചറേഷൻ. അപ്പോൾ അക്കൾച്ചറേഷന് മോഡൽ എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോളിയൊക്കെ ആഘോഷിക്കാറുണ്ട് അല്ലേ, അതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. നെക്സ്റ്റ് വൺ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നതാണ്. വിനു ആൻഡ് ഫാമിലി മൈഗ്രേറ്റഡ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ 5 years ago. അപ്പോൾ വിനു എന്ന് പറയുന്നത് 5 വർഷം മുന്നേ കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. ആഫ്റ്റർ 4 years ഓഫ് പെർമനന്റ് റെസിഡൻസ് ദർ ദേ ഗോട്ട് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ്. അപ്പോൾ 4 വർഷം അവിടെ നിന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടി. ഇൻ ദ ബിഗിനിങ് ദേ സ്ട്രഗിൾ ടു അക്കോമഡേറ്റ് ടു ദ ക്ലൈമറ്റ്, ലാംഗ്വേജ്, സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദാറ്റ് പ്ലേസ്. അപ്പോൾ ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ അവർക്ക് അവിടുത്തെ ലാംഗ്വേജ്, ക്ലൈമറ്റ്, സോഷ്യൽ പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗ്രാജുവലി ദേ അക്കോമഡേറ്റഡ് ടു ഓസ്ട്രേലിയൻ കൾച്ചർ പ്രാക്ടീസസ്. പതുക്കെ അവർ എന്ത് ചെയ്തു, ഓസ്ട്രേലിയൻ കൾച്ചറും കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു, അതുമായിട്ട് അവർ പൊരുത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. യു ഹാവ് റീഡ് അബൌട്ട് വിനൂസ് എക്സ്പീരിയൻസ് ഓഫ് മൂവിങ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ ഫോർ വർക്ക്. വാട്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ലോക്കൽ കൾച്ചർ ഡിഡ് വിനു ആൻഡ് ഫാമിലി ഹാവ് ടു ആക്സെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ള വിനുവും കുടുംബവും എങ്ങനെയാണ് അതൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? അവിടുത്തെ കൾച്ചർ, അതുപോലെ തന്നെ ക്ലൈമറ്റ്, സോഷ്യൽ പ്രാക്ടീസസ്, ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. To live in Australia, Vinu had to learn the local language, food habits and other cultural practices. അപ്പോൾ വിനു ഫാമിലിയും അവിടെ നിന്നിട്ട് ഈ ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ ലാംഗ്വേജ്, കൾച്ചറൽ പ്രാക്ടീസസ്, ഇതൊക്കെ അവർ പഠിച്ചെടുത്തു. ഇൻ ദിസ് വേ വിനു ഹൂ ഈസ് ഇൻ കേരളൈറ്റി വാസ് ഫോഴ്സ് ടു ചേഞ്ച് ടു ദ കൾച്ചർ ഓഫ് ഓസ്ട്രേലിയ. അപ്പോൾ പതുക്കെ കേരളത്തിലെ ആ ഒരു കൾച്ചറൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാനും അവർ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് മാനർ വൺ വേ ഓഫ് ലിവിങ് ആൻഡ് കൾച്ചർ ആർ അസിമിലേറ്റഡ് into a dominant culture and way of living.
അതിന് എന്ത് ചെയ്തു? കാരണം അവർക്ക് വേറെ വഴിയില്ല, അവർക്ക് അവിടെ നിൽക്കുന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ജീവിത രീതിയിൽ സംസ്കാരം മറ്റൊരു ജീവിത രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. കൾച്ചറൽ അസിമിലേഷൻ ഹാപ്പൻസ് വെൻ വൺ കൾച്ചർ സബോർഡിനേറ്റ് അനദർ കൾച്ചർ ഈസ് ദിസ് വേ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കൾച്ചർ സബോർഡിനേറ്റ് ആയിട്ട് നിന്നിട്ട് മറ്റൊരു കൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ത്രൂ ദിസ് ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് വൺ കൾച്ചർ ആർ കാഷ്വലി ലോസ്റ്റ് ആൻഡ് ഹി വേസ് ഓഫ് അനദർ കൾച്ചർ റീപ്ലേസ് ഇറ്റ്. അപ്പോൾ അവിടെ ഒരു കൾച്ചർ ലോസ്റ്റ് ആവുകയും മറ്റൊരു കൾച്ചർ ആ ഭാഗത്തേക്ക് റീപ്ലേസ് ആയിട്ട് വരികയും ചെയ്യും. അക്കൾച്ചറലൈസേഷൻ ആൻഡ് കൾച്ചറൽ അസിമിലേഷൻ ആർ കൾച്ചറൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് കം ഇൻ ടു കോണ്ടാക്ട്സ്. അപ്പോൾ അവിടെ അക്യുലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു കൾച്ചർ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ട് ഉള്ളതിനെ നമ്മളവിടെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുകയാണ്. പക്ഷേ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ പഴയ കൾച്ചറിനെ ലോസ്റ്റ് ചെയ്തിട്ട് പുതിയതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നോക്കൂ, റിതീസ് ഫാമിലി ലീവ്സ് ഇൻ കേരള ആൻഡ് അക്കോമഡേറ്റ്സ് ടു ദ ഡോമിനന്റ് കൾച്ചർ ഓഫ് കേരള വൈൽ മെയിൻറ്റെയിനിങ് ദെയർ ഓൺ കൾച്ചറൽ പ്രാക്ടീസസ്. അക്കൾച്ചറലൈസേഷൻ ഒക്കേഴ്സ് വെൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് അക്കോമഡേറ്റ് ടു ദ ഡോമിനന്റ് കൾച്ചർ വൈൽ മെയിൻറ്റെയിനിങ് ദെയർ ഓൺ കൾച്ചർ. അപ്പോൾ അവിടെ റിതീ ഫാമിലിയും എന്താണ് ചെയ്യുന്നത്, അവരിങ്ങോട്ട് ജോലിക്കായിട്ട് വന്നതാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അവരുടെ കൾച്ചറിനെ മുറുകെ പിടിക്കുകയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ കൾച്ചർ പൊരുത്തപ്പെട്ടിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. വിനു ആൻഡ് ഫാമിലി ചേഞ്ചർ ഫ്രം ദെയർ ഓൺ കൾച്ചർ ആൻഡ് fully assimilated the dominant culture of Australia. Cultural assimilation happens when individuals or groups are completely absorbed into the dominant culture. പക്ഷെ വിനുവും കുടുംബവും ചെയ്യുന്നത് സ്വന്തം കൾച്ചർ അവിടെ മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഓസ്ട്രേലിയയിലെ കൾച്ചർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ അവിടെ പുതിയ ഒരു കൾച്ചർ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഡോമിനൻ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? Prepare a script for a story that illustrated acculturation and cultural assimilation and present it as a role play in the class. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു അക്കൾച്ചറലൈസേഷനും കൾച്ചറൽ അസിമിലേഷനും നിങ്ങൾ സ്റ്റോറി പോലെ ഇലിസ്ട്രേറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ദെൻ acculturalization, cultural assimilation and cultural diffusion happen due to the influence of internal factors within the society. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത് മൂന്നും സംഭവിക്കുന്നത്. ഹവർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൾസോ കോസ് കൾച്ചറൽ ചേഞ്ചസ്. പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടറും കൂടെ കൾച്ചറൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. കൾച്ചറൽ ഇന്നോവേഷൻസ് ആൻഡ് എൻവയോൺമെന്റൽ ചേഞ്ചസ് ആർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് കൾച്ചറൽ ചേഞ്ചസ്. അപ്പോൾ അവിടെ ഈ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസും അതുപോലെ തന്നെ കൾച്ചറൽ ഇന്നോവേഷൻസ് ഒക്കെ അവിടെ സംഭവിക്കുന്നതോടുകൂടിയിട്ട് കൾച്ചറൽ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി വന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൾച്ചറൽ ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൗ ആണുള്ളത്. ഫസ്റ്റ് വൺ വുഡ് സ്റ്റൗ ആണ്. ദെൻ കെറോസിൻ സ്റ്റൗ വന്നു. പിന്നെ കെറോസിൻ സ്റ്റൗ വന്നു, അത് വിക്കായിരുന്നു. പിന്നെ പ്രഷറായിരുന്നു. പിന്നെ ഗ്യാസ് സ്റ്റൗ വന്നു. പിന്നെ ഇൻഡക്ഷൻ സ്റ്റൗ വന്നു. ഇപ്പോൾ അവൻ വന്നു. ഇത്രയും ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിർബന്ധമായിട്ടും വരേണ്ട ചേഞ്ചസുകളാണ്. ഇതുകൊണ്ട് തന്നെ ആ കൾച്ചറിൽ വന്ന മാറ്റങ്ങളും ഉണ്ടായിരിക്കും. Then pictures of various types of cooking stoves are given. ഇവിടെ എന്താണ്, വേരിയസ് ടൈപ്സ് ഓഫ് കുക്കിംഗ് സ്റ്റവ് ആണ് തന്നിട്ടുള്ളത്. വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ദ ഡിസൈൻ ഓഫ് സ്റ്റവ്സ് ആൻഡ് കുക്കിംഗ് മെത്തേഡ്സ് ആർ ചേഞ്ച്ഡ്. അപ്പോൾ ടെക്നോളജി മാറിയതോട് കൂടിയിട്ട് ഇതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ദിസ് ഇൻഫ്ലുവൻസ്ഡ് അവർ ഫുഡ് കൾച്ചർ സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ അതോട് കൂടിയിട്ട് എന്ത് വന്നു, ഫുഡ് കൾച്ചറിലും അവിടെ ചേഞ്ചസ് വരികയാണ്. ഡെവലപ്മെന്റ്സ് ഇൻ ടെക്നോളജി ലീഡ് ടു കൾച്ചറൽ ഇന്നോവേഷൻസ്. അപ്പോൾ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് കൾച്ചറൽ ഇന്നോവേഷൻസിന് കാരണമായി മാറുകയാണ്. ഹാവിൻ യു നോട്ടീസ്ഡ് ഹൗ ഓൺലൈൻ സിസ്റ്റം ആർ യൂസ്ഡ് മോർ ടു പർച്ചേസ് ഫുഡ് ടുഡേ. ഇന്ന് ഫുഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഓൺലൈൻ സിസ്റ്റം തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഇന്ന് വരുന്ന ഒരു ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ കൾച്ചറിൽ വരുന്ന മാറ്റങ്ങളാണ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഹൗ ടെക്നോളജിക്കൽ പ്രോസസ് ഹാവ് ഡ്രൈവൻ കൾച്ചറൽ ഇന്നോവേഷൻ. കളക്ട് പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം, ഡിജിറ്റൽ ആൽബം. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഷോപ്പിംഗ് മാൾസ്, ബൊഫറ്റ് സിസ്റ്റം, ഇതൊക്കെ ഇത്തരത്തിലുള്ളത് തന്നെയാണ്. ഇനി അടുത്ത എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡു ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ് റിഫ്ലക്റ്റ് ഇൻ ഹ്യൂമൻ ലൈഫ്. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് വിധേയമാക്കും അല്ലേ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെ വയനാട്ടിൽ നടന്നിട്ടുള്ളതാണ്. മറ്റൊന്നൊരു ഡ്രോട്ട് വന്നിട്ടുള്ളതാണ്, വരണ്ട പ്രദേശം. മറ്റൊന്ന് ഫ്ലഡ് വന്നിട്ടുള്ളതാണ്. ഇവിടെ ലാൻഡ്സ്ലൈഡ്സ്, ഡ്രോട്ട്സ്, ഫ്ലഡ് ആൻഡ് റൈസിംഗ് സീ ലെവൽസ് often create situation that force people to leave their own native place and move elsewhere. അപ്പോൾ ഇത്തരത്തിലുള്ള എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മൂവ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് വരും. ദിസ് ചേഞ്ചസ് ദെയർ ഡെയിലി ലീവ്സ്. ഇത് അവരുടെ
ഡെയിലി ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ദസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബ്രിങ് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ചേഞ്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലോട് കൂടി വരുന്ന നാച്ചുറൽ ഡിസാസ്റ്റർ കാരണവും ക്ലൈമറ്റ് ചേഞ്ച് കാരണവും കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കൾച്ചറൽ ചേഞ്ചിൽ വരുന്ന ഒന്ന് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കൾച്ചറൽ ഡിഫ്യൂഷനും അക്കൾച്ചറലേഷൻ അതുപോലെ തന്നെ കൾച്ചറൽ അസിമുലേഷൻ ഇത്രയുമാണ് വരുന്നത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് കൾച്ചറൽ ഇന്നോവേഷൻസും എൻവയോൺമെന്റൽ ചേഞ്ചസുമാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അറേഞ്ച് ദ ഗിവൻ ന്യൂസ് ഹെഡ്ലൈൻസ് റിലേറ്റഡ് ടു കൾച്ചറൽ ചേഞ്ചസ് ഇൻ ദ ടേബിൾ, എൻ്റർ ദ നമ്പർ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഗവൺമെന്റ് ടു ബിൽഡ് ടൗൺഷിപ്പ് ഫോർ ദോസ് ഹൂ ലോസ് ദെയർ ഹോംസ് ഇൻ നാച്ചുറൽ കലാമിറ്റീസ്. നാച്ചുറൽ കലാമിറ്റീസിൽ ആർക്കാണോ വീടും കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുള്ളത് അവർക്കൊക്കെ അത് നൽകാൻ വേണ്ടി ഗവൺമെന്റ് പുതിയ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തു. ഇതെന്താണ്? ഇതവിടെ എൻവയോൺമെന്റൽ ചേഞ്ചസ് ആണ് വരുന്നത് അല്ലേ. എൻവയോൺമെന്റ് വന്ന ചേഞ്ചസോട് കൂടിയിട്ടാണ് അവിടെ കൾച്ചർ മാറുന്നത്. സെക്കൻഡ് വൺ, ഗവൺമെന്റ് സ്കീം ഫോർ കിച്ചൺ റിനോവേഷൻ ഫോർ ഓൾ BPL ഫാമിലീസ്. എല്ലാ BPL ഫാമിലിക്കും കിച്ചൺ റിനോവേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്കീം കൊണ്ടുവന്നു. അവിടെ കൾച്ചറൽ ഇന്നോവേഷൻ ആണ് സംഭവിക്കുന്നത്. Then third one, Malayalis also celebrated Holi by splashing colors. മലയാളീസും ഹോളി ആഘോഷിക്കുന്നു. അവിടെ എന്താണ്? കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മലയാളീസ് അക്വയറിംഗ് ഫോറിൻ സിറ്റിസൺഷിപ്പ്. അവിടെ ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതോട് കൂടിയിട്ട് കൾച്ചറൽ അസിമിലേഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗസ്റ്റ് വർക്ക് സെലിബ്രേറ്റിംഗ് ബോത്ത് ഹോളി ആൻഡ് ഓണം എന്നുള്ളതാണ്. അതെന്താണ്? അക്കൾച്ചറലൈസേഷൻ ആണ്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠഭാഗം. കൾച്ചർ ഈസ് ഡൈനാമിക് ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ഷേപ്സ് എ സൊസൈറ്റി. കൾച്ചറാണ് ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയെ ഉണ്ടാക്കുന്നത്. ദ ബ്യൂട്ടി ആൻഡ് ദ ഗുഡ്നെസ് ഓഫ് സോഷ്യൽ ലൈഫ് ലൈസ് ഇൻ ദ കോ എക്സിസ്റ്റൻസ് ഓഫ് പീപ്പിൾ ഫ്രം ഡൈവേഴ്സ് കൾച്ചേഴ്സ്. അപ്പോൾ എന്താ പറയുന്നത്? വിവിധ സംസ്കാരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? സൊസൈറ്റിയിൽ ഒരു സൗന്ദര്യവും ഒരു നന്മയും ഒക്കെ ഉണ്ടാവുന്നത്. So therefore it is essential to respect the tolerate different cultures and promote cultural harmony. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൾച്ചർ നമ്മൾ റെസ്പെക്ട് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ കൾച്ചറിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. കൾച്ചർ എന്താണെന്നും കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഒക്കെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 6th ചാപ്റ്റർ ആണ്, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.